ഹലോ, ഞാനും അച്ചൂട്ടിയും കൂടി ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോണത്. അല്ല ചോ, എത്ര ദിവസമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട്? ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒലോക്കോട് വീട്ടിലേക്കാട്ടോ പോണത്. അപ്പോൾ ഇനി പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരാം. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു 10-20 ദിവസം പോവും. 10-20 ദിവസം മുന്നാണ് ഇവനങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അട്ടപ്പാടിക്ക്. അപ്പോൾ ഇന്ന് 2ാം ശനി ഞായറൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കാം. അപ്പോൾ ഒരു അമ്മൂമ്മ ഒരു ബസ് വന്ന് നിന്നപ്പോൾ അത് അകലിക്ക് പോവുമോയെന്ന് ചോദിക്കായിരുന്നു. അതുകൊണ്ട് ആ പോണ ബസ്സാണ് അകലിക്ക് പോവുമോയെന്ന് ചോദിച്ചത്. അതിൽ അമ്മൂമ്മ കയറിയിട്ടുണ്ട്. അതാണ് ഞാൻ പോവും പറഞ്ഞത് എൻ്റെ ഇടയിൽ കൂടിയിട്ടാണ്. നമുക്കുള്ള KSRTC, നമുക്ക് പോകാനുള്ള KSRTC ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പോകണം കേട്ടോ, മണ്ണാർക്കാട്ടിക്ക്. ബസ്സിൽ കയറി ഏറ്റവും ഫ്രണ്ട് സീറ്റിൻ്റെ പുറകത്തെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് വീണ്ടും അവിടെ ഇരിക്കാനുണ്ടോ എക്സ്ട്രാ ഇല്ലാന്ന് പറഞ്ഞു. വേണമെങ്കിൽ പോയിരുന്നോ? അതെ, ഞാൻ പടപ്പില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന അകളി ഒരു ടൗണിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് പണ്ടൊക്കെ നമ്മൾ ബസ് കയറിയുന്നത്. ഇപ്പോൾ താമസം മാറിയപ്പോഴാണ് അവിടെ നിന്ന് ബസ് കയറിയിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസൊക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ബസ് കയറുന്ന ബസ് സ്റ്റോപ്പാണ്. അതെ, അത് ഒരു ചുവന്ന വണ്ടി നിൽക്കുന്നില്ലേ, അതിൻ്റെ അടുത്തുള്ളത്. വൈകുന്നേരം ഞാൻ ഇവിടെ നിന്ന് ബസ്സൊക്കെ കയറുക. ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു കുഞ്ഞു ടൗണാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഗൂളിക്കട വരുന്നത്. സ്കൂളും നമ്മുടെ ഓഫീസുകളും ഒക്കെ ഈ ഒരു ഭാഗത്താണുള്ളത്. ആശുപത്രി ഒക്കെ അകളിയുടെ ഈ ഒരു ഭാഗത്താണുള്ളത്. പെറ്റ് ഷോപ്പുകൾ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഇത് ചെറിയൊരു ടൗണ്. അത് കഴിഞ്ഞിട്ടുള്ള ടൗണാണ് ഗൂളിക്കടവ്. അകളി കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഈ ഗൂളിക്കടവ് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഗൂളിക്കടവ് ടൗണിൻ്റെ തുടക്കമാണ് ഇത്. ഇവിടെ നല്ലൊരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, വലിയൊരു പള്ളി. ഇവിടെ ഒത്തിരി വലിയ ടൗണാണ്. കണ്ടോ, തിരക്കുകളൊക്കെ കണ്ടല്ല. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടൗൺ ഉണ്ടാവുമോ, ഒക്കെ കാടാണോ, അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഡൗട്ട്. എന്നോട് താഴെ എത്തുമ്പോൾ ചോദിക്കാറുമുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ ടൗണാണ്. പിന്നെ പള്ളി എന്ന് പറഞ്ഞല്ലോ, പള്ളി ഇതാണ്. ബസ്സിലിരിക്കുന്നത് മുഴുവനായി കാണിക്കാൻ പറ്റണില്ല എനിക്ക്. ഗൂളിക്കടവിൻ്റെ ഒരു ബസ് സ്റ്റോപ്പാണ്. അത് ബസ് നിന്ന് പോയത്. ആൾക്കാർ കയറാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ്. പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പുള്ള. സ്റ്റോപ്പിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് വേറെ സ്റ്റോപ്പും കൂടി ഉണ്ടാകണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ഇതും ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഒരു റോഡിൽ നടുഭാഗത്ത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ ബസ് സ്റ്റോപ്പാണ്. അവിടെ താഴേക്ക് വേറെ സ്ഥലത്തേക്കുള്ള ബസ്സാണ് നിൽക്കുന്നത്. അതായത് ജെല്ലിപ്പാറ എന്നൊക്കെ പറയല് എഴുതിയിട്ടുണ്ട്. ജെല്ലിപ്പാറാണ് ആ ബസ്സിൽ. അതങ്ങനെ താഴോട്ട് 2 ബസ് സ്റ്റോപ്പിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ ഇടയിൽ നിന്ന് താഴോട്ട് റോഡ് പോകുന്നുണ്ട്. അവിടേക്ക് പോകുന്ന ബസ്സാണ് അത്. അവിടെ നിന്ന് തൊട്ടടുത്തതും ബസ് ഇപ്പുറത്തെ സ്റ്റോപ്പിൽ വന്ന് നിർത്തി. ഇവിടുന്ന് ബസ് എടുത്തിട്ടുണ്ട്. തുണിക്കടകൾ, പാത്രക്കടകൾ, പിന്നെ കണ്ണട, മൊബൈൽ ഷോപ്പ്, നല്ല ഹോട്ടലുകൾ. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഇത് 3ാമത്തെ ബസ് സ്റ്റോപ്പാണ്. ഗൂളിക്കടവ് തന്നെ 3ാമത്തെ ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ കടന്നു വന്നത്. പിന്നെ അക്ഷയ, അങ്ങനെ കുറേ പച്ചക്കറി കട. ഇവിടെ നിന്നാണ് നല്ല ഹോൾസെയിലിന് നല്ല പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ആ ടൗണും കടന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം കാടാണ്. കാട് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ ടൗണുകൾ, അതായത് കൽക്കണ്ടി, താവളം എന്നൊക്കെ പറഞ്ഞിട്ട് സെഹിയോനൊക്കെ കേട്ടിട്ടില്ലേ, അവിടെയൊക്കെ പോണ വഴിയാണ്. പിന്നെ മുക്കാലി, പിന്നെ അത് കഴിഞ്ഞ് ചുരം കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ മണ്ണാർക്കാട്, അങ്ങനെയൊക്കെ. ഇനി കുറച്ച് ദൂരം കാട് കഴിയട്ടെ. മഴയൊക്കെ പെയ്തപ്പോൾ കാടുകൾ നല്ല പച്ചപ്പായിട്ടോ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണങ്ങി തെറിച്ചാണ് കിടന്നിരുന്നത്. ഇപ്പം എന്ത് കളറായി നോക്കി, പച്ച.
ഇവിടുന്ന് വരുമ്പോൾ ഏറ്റവും വലിയൊരു കയറ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ കയറാൻ പോണത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കയറ്റം. ആദ്യമൊക്കെ ഇത് കയറുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അത് വലിയ കയറ്റം പോലെയൊന്നും തോന്നുന്നില്ല. ഇപ്പം നമുക്ക് കണ്ടത് ശീലവുകയും ചെയ്തു. ബസ്സിൻ്റെ ആ ഒരു മുക്കുണ്ട്, അവിടെ ഒരു ആത്മരൊക്കെ ആയിട്ട് ആ മുക്കിൽ തിരിയാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചില സമയത്ത്. അവർ ഒടിച്ചൊരു സൈഡ് കൂടി എടുത്തിട്ടുണ്ട്. ഒടിഞ്ഞ് കിട്ടി, മിക്കവാറും ഇവിടെ അധികം ഒടിഞ്ഞ് കിട്ടാറില്ല. പിന്നെ പുറകിലേക്ക് എടുത്തിട്ട് വീണ്ടും ഓടിച്ചെടുക്കലാണ്. മറ്റൊരു ബസ് മണ്ണാർക്കാട്ടെന്ന് വരില്ലേ. ഈ കാട് ഭാഗത്ത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാട്ടോ ഇത്. കാവുണ്ടിക്കൽ എന്ന് പറയും. നല്ല അടിപൊളി സൈറ്റാണ്. കാറ്റാടി കണ്ടായിരുന്നു, അപ്പോൾ അത് ഇപ്പുറത്ത് കണ്ടില്ല. ഈ കുഞ്ഞു മലയുടെ അപ്പുറത്തായിരുന്നു അത്, അവിടെ നിന്ന് കാണുന്നു. പിന്നെ ആ ഒരു പിങ്ക് കളറിൽ കാണുന്നത് അനാഥ മന്ദിരം എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, നമ്മളവിടെ പോയി നോക്കിയിട്ടൊന്നുമില്ല. നല്ല രസമില്ലേ, കാടിൻ്റെ ഉള്ളിൽ നല്ലൊരു ബിൽഡിങ്. ഈ ഭാഗങ്ങൾ കാണാൻ നല്ല രസമാട്ടോ. എനിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നിന്നിട്ട് ഒരു ദിവസം വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ കൂടിയിട്ടില്ല, 4 കൊല്ലമായിട്ട് കൂടിയിട്ടില്ല ഇവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വിശാലമായ സ്ഥലം. നമ്മൾ ഏറ്റവും ഫ്രണ്ട് സീറ്റിൻ്റെ പുറകത്തെ സീറ്റിൽ ഇരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോയിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സീറ്റും മറ്റേ കമ്പികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ അത് അപ്പോൾ അനാഥ മന്ദിരമല്ല, മറ്റെന്താ ഈ വയസ്സായ ആൾക്കാർക്ക് വൃദ്ധസദനം. അപ്പം അത് കണ്ടോ നീ? അപ്പം വൃദ്ധസദനമാണ്, അനാഥ മന്ദിരമല്ല. നമ്മൾ പറഞ്ഞത് തെറ്റിയതാണ്. ഒരു മലയിൽ കോട മൂടിയിട്ടുള്ള രംഗം കേട്ടോ കാണുന്നത്. ദൂരേക്ക് കണ്ടില്ലേ, നല്ല മഴക്കാർ മൂടിയിട്ട്. അത് ആകാശമല്ല, കുറച്ച് ഭാഗം ആകാശം, ബാക്കി ഭാഗം മല കോട മൂടിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റില്ല, മല ഒരു ഷെയ്ഡ് പോലെ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാമേ. കാവളം, കൽക്കണ്ടി, കക്കുപടി എന്നിങ്ങനെ കുറേ ടൗണുകൾ, ഒരു 5-6 ടൗണുകൾ കടന്നു വന്ന് നമ്മളിപ്പോൾ മുക്കാലിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുക്കാലി ടൗണ്. വള്ളിയമ്മ ഗുരുകുലം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടില്ലേ, ഈ ക്യാൻസറിനൊക്കെ ചികിത്സിക്കുന്ന അവരുടെ ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, മുക്കാലിത്തെ ബസ് സ്റ്റോപ്പ്. മണ്ണാർക്കാട്ടേക്ക് ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുരമാണ്, കുറച്ച് ദൂരം അങ്ങോട്ട് പോയ ചുരമാണ്. നല്ല കാടാണ് കേട്ടാ, നല്ല അടിപൊളി വ്യൂസ് ആയിരിക്കും. മൂടൽ മഞ്ഞൊക്കെ ഉണ്ടാവും. കുറച്ച് ദൂരം അങ്ങനെ എത്തട്ടെ, എന്നിട്ട് ഞാൻ കാണിക്കാം. ഏകദേശം ചുരത്തേക്ക് കിടക്കാറായേ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മൂടൽ മഞ്ഞുണ്ട്, ഒരുപാടല്ല എങ്കിലും നല്ല മൂടൽ മഞ്ഞുണ്ട്.
കാണേണ്ട പ്രധാന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചതൊക്കെ. അപ്പം നമ്മളിപ്പോൾ വന്ന വഴിയൊക്കെ നല്ല ഇരുട്ട് മൂടിയ സ്ഥലമാണ്. നട്ടുച്ച നേരമാണെന്ന് ഓർക്കണേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളി തണുപ്പാണ് ഇപ്പോൾ. തണുപ്പ് കൂടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കണേ. വ്യൂ പോയിന്റ് ഒക്കെ എത്താറായി. കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം എത്രയോ വണ്ടി പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. താഴെ എത്തിയിട്ടുണ്ടെങ്കിൽ തണുപ്പൊക്കെ മാറും. ഈ ഒരു തണുപ്പായിരിക്കില്ല. തണുപ്പുണ്ടെങ്കിൽ ഈ ഒരു തണുപ്പായിരിക്കില്ലല്ലോ താഴെ. നല്ല ഐസ്ക്രീം വണ്ടി നിൽക്കണു. കുറേ ടൂറിസ്റ്റുകൾ നിൽക്കണു. 2 ഐസ്ക്രീം വണ്ടി ഉണ്ട് കേട്ടോ. അന്ന് കുരങ്ങന്മാരുണ്ടാവാറുണ്ട് ഇവിടെ. മിക്കവാറും ഇവിടെ കുരങ്ങന്മാരുണ്ടാവുക. ഒരു കുരങ്ങ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. 1-2 അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ കാണണമെങ്കിൽ അടുത്ത് ആരുമില്ല. അടുത്ത് ഏതുമില്ല. കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ റോഡിലൊക്കെ ഇങ്ങനെ വരിക്ക് നിൽക്കും. നല്ല തിരക്കാണ്. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഇങ്ങനെ കയറി വന്നത്. നല്ല അടിപൊളി തിരക്കും ഉണ്ട് കേട്ടോ. ചുരമെല്ലാം ഇറങ്ങി ഞങ്ങൾ താഴെ എത്തിയിട്ടാ. താഴെ എത്തിയപ്പോൾ നമ്മുടെ അഞ്ചൊക്കെ ഉറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ എൻ്റെ ബാഗിൻ്റെ പുറത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ്. ഞാൻ ഇവിടെ ഇറങ്ങിയാലും കയറായിരുന്നു. അതായത് ഈ ഷോപ്പിൻ്റെ പേരെന്തോ അയ്യോ ഷോപ്പിൻ്റെ പേര് മറന്നുപോയി. അതായത് അട്ടപ്പാടിയിൽ നിന്ന് ഇറങ്ങിയ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സ്ഥലം. ഈ മണ്ണാർക്കാട് പാലക്കാട് റോഡിലേക്ക് കയറുന്ന സ്ഥലം. അവിടെ ഇറങ്ങിയാലും കയറായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി സമാധാനത്തിൽ കയറാനും പറഞ്ഞിട്ട് വന്നിട്ടില്ലാതെ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മണ്ണാർക്കാട് വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഞങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കാണാനില്ല. ഇവിടെ വേറെ ഹോട്ടലുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? കടകളല്ലേ? കടകൾ. വേറെ അടച്ചു പൂട്ടിയിട്ട കടകൾ. ഞങ്ങൾ കയറിയിരുന്ന സ്റ്റെപ്പ് ഒന്നും ഇപ്പോൾ കാണാനില്ല. അവിടെ നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. വേറെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ അടുത്തത് പാലക്കാട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നിന്നിരുന്ന സ്ഥലമായിരുന്നു അത് ഇങ്ങനെയായി. ഇപ്പോൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ മാത്രമേ കാണാനുള്ളൂ. പാലക്കാട് ബസ് അവിടെ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് മണ്ണാർക്കാട് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നിന് പോകണം തോന്നിയിട്ടാണ്. അപ്പം അദ്ദേഹം ഇവിടെ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. ലേഡീസ് പുരുഷന്മാരും സ്ത്രീകൾ എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി നേരെ ബസ് കയറാൻ പോകട്ടെ. ആദ്യത്തെ ആ ഭാഗത്തായിരുന്നു നമുക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടുന്ന് മാറ്റി പുറകിലേക്കാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പാലക്കാട് വണ്ടിക്ക് പോവാം. ബസ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ കയറാം. സനയിൽ കയറാം. സീറ്റ് ഉണ്ടാവുമോ? ബസ്സിൽ കയറി ഞങ്ങളൊരു ഇടയത്തെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. 3/4 മണിക്കൂർ പോയാൽ വീടെത്താം. അല്ല ഒലോക്ക് എടുത്തോ. അവിടെ പിന്നെയും പോകണം. പാട്ട് വരുന്നുണ്ട്. വേഗം ഓഫാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഒലോക്കോട് ടൗണിൽ വന്ന് ഇറങ്ങി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണു. നല്ല മഴ പറയാനില്ല, കൊള്ളാം. അതുകൊണ്ടാണ് കുട നൂർത്താത്തത്. അവിടെ ഒരു ആലുണ്ട്. ആലിൻ്റെ ചോട്ടിലെത്തിയിട്ട് കുട നൂർത്താം. അപ്പോൾ മഴയത്ത് കുടയൊക്കെ നോക്കി മെല്ലെ വീട്ടിൽ പോകട്ടെ.
വീടെത്തിയിട്ട് കാണിച്ചാട്ടാ. പോണ വഴിക്ക് നിൽക്കട്ടോ വാങ്ങണം പറഞ്ഞല്ലോ. പെറ്റ് ഷോപ്പിൽ പോകണം പറയുന്നുണ്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെറ്റ് ഷോപ്പ് എത്തിയിട്ട് കാണിച്ചാട്ടാ. ഞങ്ങളിത് പെറ്റ് ഷോപ്പിലെത്തി. മീനിനെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ താറാവ് കുട്ടികളും വലിയ താറാവും മുയലും ഇതെല്ലാം ഉണ്ട്. ഫൈറ്ററുകളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമ്മൾ മീനിനെ നോക്കട്ടെ. ഏത് ഇതോ ഇതാണോ? അപ്പോൾ മീനിൻ്റെ സെക്ഷൻ അവിടെ ഇന്ന് ഏതെങ്കിലും ഒരു ജോഡി വാങ്ങിയിട്ട് മെല്ലെ വീട്ടിലേക്ക് പോവാം. അതിൻ്റെ ചോട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവൻ വാങ്ങിയ മീനിനെ കണ്ടേട്ടാ. എന്ത് മീനച്ചോ? വരാലത്ര. പെറ്റ് ഷോപ്പിൽ വന്നിട്ട് വരാലിനെ വാങ്ങിയിട്ട് പോകുന്നത്. പാടത്ത് പിടിക്കാൻ മീനില്ല 80 രൂപയും കൊടുത്ത് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. എനിക്ക് വേണോ വേണത്. പിന്നെ അതിനൊരു തീറ്റയും വാങ്ങിയിട്ടുണ്ട്. അത് എല്ലാ തരം മീനും കൊടുക്കാനും പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇപ്പോൾ രണ്ടും കൂടി 150 രൂപ. പോകാൻ വീട്ടിലേക്ക് പോണ വഴിയിൽ കപ്പ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 40 രൂപയ്ക്ക് കപ്പ വാങ്ങി. 1 കിലോ ഇവിടെ 40 രൂപയാണ്. 40 രൂപയ്ക്ക് 2 കപ്പയും വാങ്ങി. അവനെ മീനിനെയും തൂക്കി പിടിച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ്. പോവാ. ഞങ്ങൾ ഞങ്ങളുടെ ടൈല് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ ഇതിന് പറയാ? ബ്രിക്സോ കട്ട, സിമൻറ്റ് കട്ട. അത് മതി. റോഡിലേക്ക് കയറിയിട്ടുണ്ട്. വെയിൽ ഇങ്ങനെ വരും പോവും അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഏകദേശം വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. നമ്മുടെ വീടാണ്. അവിടെ ഓറഞ്ച് കളറ് പെയിൻ്റ് അടിച്ചത് കണ്ടത്. ഓറഞ്ചിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടില്ലേ അത്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ വീടുകൾ വന്നു. പിന്നെ ഈ ഭാഗം റെയിൽവേൻ്റെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഈ ഭാഗം റെയിൽവേയുടെയാണെന്ന്. ഇപ്പോൾ ഈ വീട്ടുകാരെ നമുക്ക് പരിചയമില്ല കേട്ടോ. ആ വീട്ടുകാരെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അപ്പുറത്തെ വീട്ടുകാരൊക്കെ അറിയാം. ഈ പച്ച പെയിൻ്റ് വീട്ടുകാരൊക്കെ അറിയാം. പിന്നെ ഇതൊക്കെ ഒരു പുതിയ വീടാണ്. ഇവിടെ ആരും താമസക്കാരൊന്നും നമുക്കറിയില്ല. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഈ വീട്, അതിൻ്റെ അപ്പുറത്തെ വീട്, ആ വീട്ടുകാരൊക്കെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഇവരെ നമ്മൾ കണ്ടു. അവർക്ക് പരിചയമില്ലാത്ത കാരണം അവർ തിരിഞ്ഞ് നടന്ന് നമ്മൾ ഏത് വീട്ടിലെത്തിയാണെന്നൊന്നും അവർക്കും അറിയില്ല. റെയിൽവേൻ്റെ സ്ഥലത്തിൻ്റെ കാടൊക്കെ വെട്ടിയത്. ആ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ ഇത്തിരി നല്ലോണം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചു നേരെ മുന്നിൽ കയറി പോയിട്ടുണ്ട്. അതാവൻ വീടിൻ്റെ പടിക്കലെത്തി. അങ്ങനെ വീടെത്തി. ഇത് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറുകയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ മേലെ ഇരിക്കുന്നു കേട്ടോ. അത് ആ ബാഗൊക്കെ അഴിച്ച് വെക്കണം. ബാഗിന് കീയൊക്കെ എടുത്ത് ഡോർ തുറക്കാൻ പോവുകയാണ്. ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ചിക്കൻ കറി വെക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ബെഡ്റൂം അകം കാണിക്കുന്നില്ല. എൻ്റെ സ്വഭാവം പോലെ തന്നെ വാരി വലിച്ചിട്ടിരിക്കുന്ന റൂമാണ്. കുഴപ്പമില്ല കേട്ടാ. ഇവിടെ യൂസ് ചെയ്യണമൊന്നുമില്ലല്ലോ. വരുമ്പോഴുള്ള യൂസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കട്ടിൽ. അപ്പോൾ ഇത് മാറ്റിയിട്ട് അത് ഇടട്ടെ. അപ്പം എന്നാൽ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഈ ചിക്കൻ കറി വയ്ക്കുക. ചോറ് ചേച്ചിയുടെ മോൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ വയ്ക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പം എന്നാൽ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല വിശപ്പുണ്ട്. ചിക്കൻ കറി ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.